അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ എത്തിയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരമായി ജോലി കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. വേഗം ചോറുണ്ടു. അപ്പോൾ നോക്കുമ്പോൾ അപ്പോസ് ഇന്നിപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ പനിയായിട്ട് ടീച്ചറെ വിളിച്ചിട്ടുണ്ട്. പനി വെച്ചാൽ പനി അല്ലാണ്ടുള്ള ചുമ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ അവനാണ് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ പോകുന്നു. ചോറുണ്ടത് മരുന്ന് കൊടുത്തു, ഗുളിക കൊടുത്തിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്ന് റെസ്റ്റ് ഇല്ലാതെ പിന്നെ അവനിന്ന് കുളിക്കുകയും ചെയ്തോളൂ രാവിലെ. എന്നിട്ട് പിന്നെ ഇവിടുന്ന് കുറച്ചൊന്നും നടക്കാനുണ്ട്. അങ്ങനെ പോയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ പണികളുണ്ട് കേട്ടോ. ഒരുപാട് പണിയുണ്ട്. നമ്മൾ വീട് കിടക്കണ കണ്ടാൽ തന്നെ ആകെ തായിട്ടാണ് കിടക്കുന്നത്. അമ്മ പോയിട്ടുണ്ട്, അമ്മൂന് ക്ലാസ് ഉണ്ട്. രാവിലെ ചോറുണ്ടാൻ വന്നപ്പോൾ പോയിട്ട് പോയി. പണിയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ തുടങ്ങണം, ആദ്യം മുതൽ പണി തുടങ്ങണം. ഇന്നലെ ഞാനിതുപോലെ വന്നിട്ടേ വന്നു കഴിഞ്ഞിട്ട് ചോറുണ്ട് വേഗം എന്ത് ചെയ്തു പറയോ, ഇവിടേക്ക് പോയി, വിറകിന് പോയി. നമ്മുടെ അടുത്ത് റബ്ബറും കേട്ടോ, അവിടെ പോയി. എന്നിട്ട് ഞാൻ 2 കെട്ട് വിറക് കൊണ്ടുവന്നു കേട്ടോ. ആ വിറക് അങ്ങനെ ഞാനവിടെ വെച്ച് കുറച്ച് കത്തിക്കാനെടുത്തു, ബാക്കി അങ്ങനെ അവിടെ വെച്ചു. അപ്പോൾ നമ്മളൊക്കെ നനഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ നമ്മുടെ വിറക് ഇത്രയും ഉണ്ട് കേട്ടോ. കുറച്ച് അതിനകത്ത് കത്തിച്ചു. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. മഴ ഇനി അടുത്ത മഴ വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ തിരുമ്പാനുണ്ട്. ഞാൻ ഈ അടുക്കളയിൽ പോയാൽ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കഴുകാനുള്ളതൊക്കെ ഉണ്ട് ഇട്ടിട്ട്. അപ്പം ഇനി കിടന്നാൽ അത് ശരിയാവില്ല. ഒന്ന് കിടന്നാൽ സുഖമാണ്, പക്ഷേ ഇനിയിപ്പോൾ കിടക്കണില്ല. അപ്പം ഇനി പാത്രങ്ങളുണ്ട് ഇവിടെ ഒക്കെ. കാരണം ഇന്ന് രാവിലെ എണീക്കാതെ തന്നെ വഴുകിട്ടോ. 4 മണിക്ക് 4:15 നേരം വെച്ചിട്ട് ഞാൻ 5 മണിയാണ് എണീക്കുമ്പോൾ. പിന്നെ ഞാൻ ഇന്നലെ രാത്രി പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വയ്യാറും കേട്ടോ ഇന്നലെ വിറകിനൊക്കെ പോയി വന്നപ്പോഴേക്കും. അപ്പോൾ രാവിലെ ചായ കുടിച്ചത്, അതുപോലെ തന്നെ ഇപ്പോൾ ചോറുണ്ട് തന്നെ ഒരുപാട് വലിച്ചിട്ടുണ്ട്. അതിനൊക്കെയും പെറുക്കി ഇവിടെ കൊണ്ടുവച്ചത് കേട്ടോ പുറത്ത്. ഇനി അടുക്കളയിൽ ഈ ഇത് മുതൽ അങ്ങോട്ട് വരെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇനി ആദ്യം ഞാൻ പിന്നെ അതുപോലെ വെള്ളം വരുന്നുണ്ട്, ലൈൻ വെള്ളം. നമ്മൾ ഇവിടെ ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വന്നതൊക്കെ ഡ്രമ്മിലോ വലിയ ടാങ്ക് ഉണ്ട്, അതിലൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പണികളാണ്. അപ്പോൾ പിന്നെ ഇന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ പണികളാണ് തുടങ്ങണം. അപ്പം ഇനി ഒന്നുകൂടെ ലെവലാക്കി എടുക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം. പണികളൊക്കെ കുറേയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടോ. കുറച്ചും കൂടെ ഉണ്ട്. അപ്പോഴും കുഴഞ്ഞ് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇതാണ് കുടിച്ചു കഴിഞ്ഞാൽ ഉഷാറ്. ആ വിറകില്ലേ, ആ വിറകൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചുക്കുവെള്ളം അടുപ്പത്ത് രാവിലേക്കുള്ള. പിന്നെ ഇതാ നമ്മുടെ വിറക് കോഴകളൊക്കെ അരയുക. കുറച്ച് നേരം ഞാൻ കൂട്ടിലിട്ടുണ്ടാണ്. നിറയെ കീരിയുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് കൂട്ടിലാക്കിയതാണ്. നമ്മുടെ വിറകൊക്കെ ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, ചെറിയ കട്ടാക്കിയിട്ട്. വെയിലുണ്ട്. അപ്പം അത് വെയിൽ കൊണ്ടാലൊന്നും ഉണങ്ങുക വെച്ചിട്ടേ വലിയ വിറക് ഇങ്ങനെ വെച്ചു. ഇതൊക്കെ ഇന്നലെ ഏറ്റിട്ടാണ് വന്നായിരുന്നു. ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പണികളായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ തിരുമ്പണം. ചുക്കുവെള്ളം അത് ഇല്ല, ചുക്കുവെള്ളമായിട്ട് ചോറ് കുറച്ച് വയ്ക്കണം. അപ്പോൾ ഇട്ടില്ല, അവൻ അങ്ങനെ ഗുളിക കഴിച്ചിട്ടേ കിടന്നതാണ്. അമ്മ ഒന്നും എത്തിയിട്ടില്ല. അമ്മ വരാറാവണില്ല, 5 മണിയൊക്കെ ആവുണ്ടാവും. അതും ആ പാത്രങ്ങൾ കഴുകിക്കലും അടുക്കളയൊക്കെ ഒന്നങ്ങോട്ട് സെറ്റാക്കി വൃത്തിയാക്കി വെച്ചു കണ്ടല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ
ഭയങ്കര ക്ഷീണം. അപ്പം എന്നാൽ ചായ കുടിച്ചിട്ട് ഇനി തിരുമ്പാനും കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും ഇവർ വരുമ്പോഴൊക്കെ രാജേട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഏത് നേരം പണിയിലാവും കേട്ടോ. പണി നിർത്തോണ്ട് നടക്കും. അപ്പം ഇന്ന് ഞാൻ ഒന്നാമത് അവരൊക്കെ വരുമ്പോഴേക്ക് വേഗം പണിയൊക്കെ ഒരുക്കാച്ചിട്ട് കുറച്ച് നേരം നിൽക്കാമല്ലോ വെച്ചിട്ട്. രാവിലെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുക്കളയിലാവും എന്തെങ്കിലും പണികളാവും. പിന്നെ ഇന്ന് നമ്മൾ ആ ഉച്ചയ്ക്ക് കിടന്ന ശീലമായിട്ടേ നമുക്ക് ഉറക്കം വരിക എന്തൊക്കെയോ ഒരുപോലെ. അപ്പം അതിനുള്ളൊരു മരുന്നാണ് കേട്ടത് കട്ടൻ ചായ. ഇത് കുടിച്ചാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഉഷാറുണ്ടാവും. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് തിരുമ്പും കൂടെ ചെയ്യട്ടെ. പിന്നെ വൈകുന്നേരം എന്താ കൊണ്ടുവരാറുണ്ട്, മീൻ എന്തെങ്കിലും കൊണ്ടുവരാറില്ല. ഉച്ചയ്ക്ക് ഞാൻ വെറുതെ കുമ്പളങ്ങയും പരിപ്പ് വെച്ചു പറയും. രണ്ടാമതൊന്നും ഉണ്ടാകുന്നില്ല, അച്ചാറുണ്ടാകും. അപ്പം ഇനി വേഗം തിരുമ്പാം. ഈ ചായ കുടിച്ചത് തിരുമ്പാൻ നോക്കട്ടെ. ഞാനേ അപ്പോഴേക്കും ഇവര് രാജേട്ടൻ വരുമ്പോൾ മീൻ എന്തെങ്കിലും കൊണ്ടുവന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊന്നും മേടിച്ചിട്ടില്ല. കാരണം അപ്പൂന് പനിയുള്ളതല്ലേ. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ മേടിച്ചാൽ ഉണ്ടാച്ചിട്ടേ. പിന്നെ ഇപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്തു, കോഴിമുട്ട കൊണ്ടുവന്നു. നമ്മുടെ കോഴികളൊക്കെ ഇപ്പോൾ അട ഇരുന്ന് പൊരിഞ്ഞിറങ്ങിയതല്ലേ, പിരിഞ്ഞിറങ്ങിയതല്ലേ. അപ്പം മുട്ടല്ല, അപ്പോൾ കടയിൽ നിന്ന് മേടിച്ചു പോകും. ഞാൻ എന്താ വെച്ചറിയോ, അവർ വന്നിട്ടാണ് പിന്നെ മുതിര വെറുതെ കുറച്ച് വെള്ളമൊക്കെ ഉള്ളു. കറി വേറെ ഉണ്ട്, ഉച്ചക്കത്തെ കറി ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. മുട്ട കൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാൽ ആയല്ലോ വെച്ചിട്ട്. അപ്പോഴേക്കും പിന്നെ വെച്ചിട്ടാ പിന്നെ നമ്മൾ ലൈവ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവും കൂടെ കഴിഞ്ഞ് കുറച്ച് നേരമായിട്ടുള്ളൂ. ഞാനൊരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആണെന്നൊക്കെ വിചാരിച്ചു, ഉള്ള ആഗ്രഹമല്ലേ. പക്ഷേ 10-20 മിനിറ്റ്. നമുക്കതിനെ പറ്റിയിട്ട് വല്ലാണ്ട് അറിവില്ലല്ലോ ലൈവിനെ പറ്റിയിട്ട്. ഇപ്പോൾ കുറച്ചാകുമ്പോൾ ശരിയായിക്കോളും. അപ്പം എന്നാൽ കുറച്ച് നേരം ഇരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കറണ്ട് വേഗം വന്നത്. അപ്പം എന്നാൽ ഞാൻ വേഗം അപ്പൂനി ഞാൻ എന്ത് ചെയ്തു അറിയോ, മറ്റേ 7 മണിക്ക് കൊടുക്കാനുള്ള അലർജിയുടെ ഗുളിക, അലർജിയുടെ ഗുളിക കൊടുത്തു. എന്താ വേണ്ടേ, പലക ഇവിടെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അറിയോ, അവരെന്നിട്ട് വേഗം കുറച്ച് ചോറ് വാരി കൊടുത്തു. കുട്ടികളൊക്കെ എങ്ങനെ വെച്ചിട്ട് വയ്യാണ്ട് ചെയ്യുമ്പോഴേ നമ്മുടെ അമ്മമാരെ ഒരു സ്നേഹം അവർക്ക് വരുന്നില്ല. അപ്പം എന്ത് ചെയ്തു, ഇവിടെ എന്നിട്ട് വാരി കൊടുത്തു. നല്ലപോലെ ക്ഷീണിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ട് ക്ഷീണിക്കുകയാണെന്ന് പറഞ്ഞിട്ടേ. അപ്പം പിന്നെ പൊട്ടോന്നൊരു സംശയം. വർത്താനത്തിനിടെ ഉപ്പിട്ടാണ്. അപ്പം പിന്നെ എന്ത് പറയുമോ, അവനിങ്ങ് മുട്ട മുട്ടി പറഞ്ഞു, ചോറിന് വേണ്ടായിരുന്നു. അപ്പം തിങ്കളാഴ്ച മുതൽ എക്സാം തുടങ്ങുകയായി. ഇങ്ങനെ പനിയൊക്കെ ആയാലേ, അല്ലെങ്കിൽ എന്നും പോയാൽ തന്നെ ക്ലാസ് മനസ്സിലാവില്ല പറയും. അതൊക്കെ അക്കൗണ്ടിങ്ങും കാര്യങ്ങളല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പോകാൻ പറ്റുമോ അറിയില്ല. ഇന്നിപ്പോൾ ടീച്ചർ വിളിച്ചിട്ടപ്പോൾ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ. സമയം 9:30 കേട്ടോ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞില്ലേ നേരത്തെ പണിയൊക്കെ ഒരുക്കിയതാണ്. പക്ഷെ എന്നാലും ആവും ഈ സമയം കേട്ടോ. ഞാൻ കറി എന്താ വെച്ചതറിയോ, മുതിര മല്ലി ഒക്കെ ഇട്ടിട്ടോ വെച്ചതാണ്. ഞാനിങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കി. രാജേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കി. അതിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മുട്ട കുത്തിപ്പൊരിച്ചു, വെല്ലുള്ളിയൊക്കെ ഇട്ടിട്ട്. അത് ഉച്ചക്കത്തെ കറിയുണ്ട്. അപ്പോൾ ഇനി മരുന്ന് കൊടുക്കാനുണ്ട്. സമയം മറ്റൊരു കുടി കുടിക്കണം, ഒന്നും കൂടെ കുടിക്കാൻ സമയം കുറേ ഉണ്ട്. അപ്പൂസേ ആ മരുന്ന് കുടിക്കാൻ ആൻറ്റിബയോട്ടിക്കുള്ളത്. അപ്പം ഇനി നിങ്ങൾ ചോറിനട്ടെ. അന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയുള്ളൂ കേട്ടോ.